അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രിയിൽ കൂട്ടായ്മയിൽ കൂടിവരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയരെ, ഇന്ന് ഈ പാട്ട് പാടുമ്പോൾ എല്ലാ ശബ്ദത്തിനും ആമേൻ പറയാൻ അല്ല, വചനത്തിൽ നിന്നുള്ള ശബ്ദം തിരിച്ചറിയാൻ ആണ്. മനുഷ്യരുടെ വാക്കുകളല്ല, യേശുവിന്റെ ശബ്ദം മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ അധികാരം ആമേൻ പിടിക്കുവാൻ ആമേൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഈ പാട്ടിന്റെ വരികൾ ഒരു പ്രഖ്യാപനമാണ്. എല്ലാം കേൾക്കും, പക്ഷെ യേശുവിന് മാത്രമേ ആമേൻ പറയാവൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആമേൻ നാം കേൾക്കാൻ പോകുന്ന വരികൾ അർത്ഥവത്തായ വരികൾ. ആമേൻ, ഇത് നമ്മെ ക്രിസ്തുവിലേക്ക്, ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക്, നിത്യജീവനിലേക്ക് നയിപ്പാൻ അടുപ്പിക്കുവാൻ ഇടയാകും. പ്രാർത്ഥനയോടെ ഈ പാട്ട് ശ്രവിച്ചാൽ ആമേൻ. എല്ലാ ശബ്ദവും ദൈവത്തിൻ്റെ ശബ്ദമല്ല, എല്ലാ വിളിയും സ്വർഗത്തിൽ നിന്നുമല്ല. വചനം പരീക്ഷിക്കൂ, ആത്മാവിനെ തിരിച്ചറിയൂ, മനുഷ്യന്റെ വാക്കല്ല, യേശുവിന്റെ ശബ്ദം കേൾക്കൂ. ക്രൂശിലേക്കല്ലാത്ത വഴി ജീവനിലേക്കല്ല, സത്യമല്ലാത്ത വെളിച്ചം അന്ധകാരം തന്നെ. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, ക്രിസ്തുവിൽ മാത്രം നിൽക്കാം. എല്ലാം കേൾക്കും, പക്ഷേ യേശുവിൻ മാത്രമേ ആമേൻ പറയൂ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനിക്കും? ഹല്ലേലൂയ. ആമേൻ. എല്ലാം ഞാൻ കേൾക്കും, പക്ഷേ യേശുവിന് മാത്രമേ ഞാൻ ആമേൻ പറയൂ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്നത്തെ കാലം വാക്കുകളുടെ മഹാപ്രളയമാണ്. ആമേൻ. ദൈവത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു, പക്ഷേ ദൈവം പറയുന്നത് എല്ലാവരും കേൾക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, എന്റെ ജനമേ, നിങ്ങൾ കേൾക്കുന്നത് വളരെ അധികം, പക്ഷേ പരിശോധിക്കുന്നത് വളരെ കുറവാണ്. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആമേൻ. വാക്യം ഇങ്ങനെ വായിക്കുന്നത്,
ജ്ഞാനികളുടെ വാക്കുകൾ ആണികൾ പോലെ ആകുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിക്കോൽ പോലെയും സഭാദേവന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും. ആമേൻ. അവ ഒരു ഇടയനാൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, എല്ലാ വാക്കും ആണിയല്ല. ചില വാക്കുകൾ വിഷമാണ്, അല്ലേ? ഇന്ന് അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, അല്ലേ? എല്ലാ വാക്കും ആണിയല്ല. മരത്തിൽ ഭിത്തിയിൽ അടിക്കുന്ന ആണി പോലെ അടിക്കുന്ന വാക്കുകളല്ല. ചില വാക്കുകൾ വിഷമാണ്. ചില വാക്കുകൾ എന്ത് ചെയ്യും? വഴിതെറ്റിക്കും. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരോടുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കേൾക്കുന്ന ചെവിയല്ല, തിരിച്ചറിയുന്ന ചെവി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ അക്കൗണ്ടിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഗൂഗിളിലൂടെ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടായി ഞാൻ പറയാം, ഹല്ലേലൂയ, ആത്മാക്കളെ പരീക്ഷിക്കേണ്ട അനിവാര്യത. ഹല്ലേലൂയ. എല്ലാ ആത്മാവിനെയും എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് എഴുതിയ ദൂത് ഇങ്ങനെയാ. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, എല്ലാ ആത്മാവിനെയും എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. വൈശാഖ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് ലൈവിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അത് ഇൻസ്റ്റാഗ്രാമിലൂടെ, ഗൂഗിൾ മീറ്റിലൂടെ, സൂം മീറ്റിംഗിലൂടെ ധാരാളം പ്രസംഗങ്ങൾ, ബൈബിൾ സ്റ്റഡികൾ, കോഴ്സുകൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഹല്ലേലൂയ. എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞില്ല. എല്ലാം തള്ളിക്കളയുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല എല്ലാം തള്ളിക്കളയുക എന്ന്. പിന്നെ എന്താ പറഞ്ഞത്? പരീക്ഷിച്ച് അറിയുക എന്ന്. പ്രൈസ് ദി ലോർഡ്. പരീക്ഷണം ഇല്ലാത്ത വിശ്വാസം അപകടമാകട്ടോ. കേൾക്കുന്ന വചനങ്ങളെല്ലാം അങ്ങനെ നാം വിശ്വസിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തുവാൻ ഇടയാകും. ഹല്ലേലൂയ. കാരണം എന്താ? ഇന്ന് രാത്രി വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, പരീശന്മാരുടെ പുളിപ്പിനെ സൂക്ഷിക്കുവീൻ. ഹല്ലേലൂയ. പരീശന്മാരുടെ പുളിപ്പിനെ സൂക്ഷിക്കുവീൻ. വായിച്ചാട്ടെ. എന്നാൽ നോക്കണേ, യേശു ഡയറക്റ്റ് തന്നെ അനുഗമിക്കുന്ന തന്നെ ശ്രദ്ധിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതെ, പുളിപ്പ് ചെറുത്, അല്ലേ? കാണാൻ ബുദ്ധിമുട്ടുള്ളത്, പക്ഷേ മുഴുവൻ മാവ് എന്ത് ചെയ്യും? നശിപ്പിക്കും. ഹല്ലേലൂയ. രാവിലെ നല്ല ദോശയും നല്ല ഇഡലിയും ഒക്കെ കഴിക്കുമ്പോൾ ആ മാവിനെ പുളിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. ആ പുളിപ്പ് ഉണ്ടാക്കുന്ന ചെറിയ വസ്തുക്കളാണ്, അല്ലേ? ഈസ്റ്റ്, അതെ, ഉഴുന്ന്,
ഇതൊക്കെ ചെറിയ ചെറിയ ആമേൻ കാണാൻ അല്ലെ, അരച്ച മാവിൽ അത് കലക്കിയാൽ അത് വേറിട്ട് കാണാൻ എത്തിയത്തില്ല, സാധിക്കത്തില്ല, വളരെ ബുദ്ധിമുട്ടുള്ളതാ. പക്ഷേ ആ മാവ് മുഴുവൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഇതുപോലെയാണ് തെറ്റായ ഉപദേശം. ഹല്ലേലൂയ, ആമേൻ. ഈ തെറ്റായ ഉപദേശം, ആമേൻ, ചെറിയ വിട്ടുവീഴ്ച, ഹല്ലേലൂയ, ഇതിനൊക്കെ ആമേൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, ജീവിതം മുഴുവൻ എന്ത് ചെയ്യും? ആമേൻ, അതിന്റെ അലകൾ നമ്മെ ബാധിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പലരും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു മെസ്സേജ് പറയുവാൻ കാരണമെന്ന്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അല്ലെ, നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ ഒത്തിരി സംഭവങ്ങൾ, ആമേൻ, ഇതിനൊക്കെ നമ്മൾ ആമേൻ പറഞ്ഞാൽ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, നമ്മുടെ ആമേൻ കുടുംബത്തിൽ ശാപം വരുവാൻ ഇടയാകും. ആമേൻ, ഹല്ലേലൂയ. അതെ, ആമേൻ, ആത്മീയ നിയമം തുറക്കുന്ന വാക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ വായ ഒരു വാതിലാണ്. ആമേൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യം. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും, നാവ് ഒരു ചെറിയ അവയവമായാലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാടും കത്തിക്കുന്നു. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും, കണ്ടോ, ജീവചക്രത്തിന് തീ കൊടുക്കുന്നു. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, നാം ഒരു ചെറിയ അവയവമായാലും ആ അവയവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രവചനാത്മാവിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെറ്റായ ഉടമ്പടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്നിട്ടിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ചിലപ്പോൾ ആമേൻ പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തെറ്റായ ഉടമ്പടികൾ തുറന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. മറ്റൊരു സുവിശേഷം, ആമേൻ, നമുക്ക് ആമേൻ ഇന്ന് രാത്രി ആമേൻ നാം നമ്മുടെ ജീവിതത്തിൽ ആമേൻ അനുഗ്രഹത്തെക്കാൾ അധികം ശാപം ആമേൻ കൊണ്ടുവരുന്ന വഴി, ആമേൻ, കേൾക്കുന്നതിനെല്ലാം നമ്മൾ ആമേൻ പറയാൻ പോയാൽ, ആമേൻ, നാം ആമേൻ ക്ഷണിക്കാതെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ ശാപം കടന്നു വരും. ആമേൻ. ഇത് ഞാൻ പറയുകയല്ല, വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. വായിച്ചേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ അതിന്റെ 7 മുതൽ ഒന്ന് വായിച്ചു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ.
എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് കണ്ടോ? ആമേൻ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ എന്ന് വെച്ചാൽ ആമേൻ കഴിഞ്ഞ നാളുകൾ ആമേൻ അനുഭവിച്ച ആ സന്തോഷവും കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ദൈവിക വെളിപ്പാടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയ്യോ അത് അങ്ങനെയല്ല ആമേൻ ഇപ്പോഴാണ് പൂർണ്ണമായി കിട്ടിയതെന്ന് പറഞ്ഞ് ആമേൻ ഇന്നലെ പഠിപ്പിച്ചവരും ഇന്നലെ ആമേൻ അതെ പ്രവചിച്ചവരും ആമേൻ അത് വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നത് നിങ്ങൾ കാണുമ്പോൾ ആമേൻ പറയരുത്, ആ കൂടരുത്. ഇന്ന് രാത്രി സത്യവേദ പുസ്തകം വളരെ വ്യക്തമായും ശക്തമായും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരോട് മാത്രമല്ല ലോകം മുഴുവനുമുള്ള ദൈവ വിശ്വാസികളായിരിക്കുന്നവരോട് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് എഴുതിയ തിരുവചനത്തിലൂടെ വളരെ ശക്തമായി പ്രവചനാത്മാവിൽ പറയുന്നു. അതെ, കേൾക്കുന്നതിനല്ല ആമേൻ പറയാൻ പോയാൽ ആമേൻ കേൾക്കുന്നതിനല്ല ആമേൻ പറയാൻ പോയാൽ ആമേൻ നീ ക്ഷണിക്കാതെ കണ്ട് ശാപം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. എന്താ വചനം പറയുന്നത്? അതിന്റെ 6 മുതൽ ഒന്നുകൂടെ വായിക്കാം, വേഗത്തിൽ വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതെന്ത്? അപ്പൊ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ആമേൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ ഉറച്ചവരും ഇന്നലെ നിലനിന്നവരും ഇപ്പോൾ അതിൽ നിന്ന് മാറുകയാണ്, മറിയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മാറുകയും മറിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ വളരെ ശക്തമായും വ്യക്തമായും പറഞ്ഞു, നിങ്ങൾ ഇത്ര വേഗം നിങ്ങൾ കേട്ട ആ സുവിശേഷത്തിൽ നിന്ന് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ആമേൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ നിത്യതയെ, നിങ്ങളുടെ പ്രത്യാശയെ ആമേൻ തകർക്കത്തക്ക വിധത്തിൽ ഉപദേശങ്ങളും പ്രവചനങ്ങളും പഠിപ്പിക്കലുകളുമായി അനേകര് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ അതെ, ശാപം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ ആമേൻ നീ സത്യവചനത്തെ യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിനും കയറി ആമേൻ പറയരുത് കേട്ടോ. വായിച്ചേ. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ശ്രദ്ധിക്കണേ, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നുണ്ട്, എന്താ ശാപം മാറാത്തെ? ഹല്ലേലൂയ. എന്താ ജീവിതത്തിൽ ഒരു ഗതിയും പിടിക്കാത്തെ? ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ ചോദിക്കുന്നവരോടും അങ്ങനെ ചോദിച്ച് സ്വയം നിരാശപ്പെട്ടിരിക്കുന്നവരോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. ആമേൻ. എങ്ങനെ? ഒന്നുകൂടെ വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അപ്പോ ആമേൻ. ആരാണ് ശപിക്കപ്പെട്ടിരിക്കുന്നത്? സ്തോത്രം. ആമേൻ. ആ ശപിക്കപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്ക് ആമേൻ പറഞ്ഞ
അമേൻ. അമേൻ എന്ന വാക്കിന് അർത്ഥം എന്താ? സ്തോത്രം. അമേൻ. വേഗത്തിൽ അമേൻ. അമേൻ. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് ശാപം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? വേഗം വായിച്ചാട്ടെ. നമുക്ക് വചനമാണ് ആമേൻ അതേ അടിസ്ഥാനം. ആമേൻ. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ആമേൻ നീ സ്ട്രൈറ്റ് വേ പോയാൽ ആമേൻ നിന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഒരുത്തനും നിന്റെ നിൽക്കത്തില്ല. ആമേൻ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന യോശുവയോട് ആമേൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്. ആമേൻ. വായിച്ചേ. ഹല്ലേലൂയ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടും പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. പ്രിയരെ, ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ആകട്ടെ, ആമേൻ, മറ്റ് ഏത് ആമേൻ അതേ പ്രഭാഷണവും ആകട്ടെ, ഏത് ലൈവും ആകട്ടെ, ആമേൻ, നിങ്ങൾ കേൾക്കുന്നതിനെല്ലാം ആമേൻ ടൈപ്പ് ചെയ്തു പോകരുത്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കരുത്. ആമേൻ പറയുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്തിട്ട് വേണം ആമേൻ നിങ്ങൾ ആമേൻ പറയാൻ. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ആമേൻ ശപിക്കപ്പെട്ടവർ മുഖാന്തരം ആമേൻ നിങ്ങൾ ആമേൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ആ ശാപം നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. വചനം വെളിപ്പാട് ഇങ്ങനെയാണ് ആമേൻ എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവർക്ക് 3 ശീലങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കാ? ഹല്ലേലൂയ. ബെരോയേക്കാൾ ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ട ആത്മീയ സംസ്കാരം ഉള്ളവരായിരുന്നു. അല്ലേ? ഹല്ലേലൂയ. അവർ ബെരോവേൽ ഉള്ളവരെക്കാൾ ഹല്ലേലൂയ ആമേൻ എങ്ങനായിരുന്നു? അവർക്ക് 3 ശീലങ്ങൾ ഉണ്ടായിരുന്നു. എന്താ? ഒന്ന് പരിശോധിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവരുടെ 3 ശീലങ്ങൾ ഹല്ലേലൂയ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. വായിച്ചേ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന്. കണ്ടോ? വചനം അവര് കേട്ടു. എന്നിട്ട് ആമേൻ അത് അങ്ങനെ അവരുടെ അകത്തേക്ക് കൊണ്ടുപോകാതെ, അങ്ങനെ കേൾക്കുന്നതിന് ആമേൻ പറയാതെ ആമേൻ അവർ ആ വചനം എന്ത് ചെയ്തു? പരിശോധിച്ചു. എങ്ങനെ പരിശോധിച്ചേ? ആമേൻ. കേൾക്കുന്ന കാര്യം ആമേൻ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്തുള്ളതാണോ എന്ന് പരിശോധിച്ചെന്ന്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ അർത്ഥപ്രാണനായി കിടക്കുന്ന ആമേൻ കള്ളന്മാരാൽ ആമേൻ ആക്രമിച്ചു കിടന്ന ആമേൻ ഒരു മനുഷ്യനെ, അല്ലേ? എവിടുന്ന് ആ മനുഷ്യൻ പോയത്? യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക്. ആമേൻ. യെരുശലേം എന്ന് വെച്ചാൽ എന്താ? ആമേൻ ദേവാലയമുള്ള സ്ഥലമാണ്, പ്രാർത്ഥനയുള്ള സ്ഥലമാണ്, അല്ലേ? ഹല്ലേലൂയ. ആണ്ടില് യഹൂദന്മാർ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലമാണ്, അല്ലെ? യേശു കർത്താവ് പോലും തന്റെ അപ്പൻ അമ്മമാരോട് കൂടെ അവിടെ ചെന്നതായി നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ആ യെരുശലേമിൽ നിന്നും ആമേൻ ഒരു മനുഷ്യൻ യെരിഹോവിലേക്ക് പോകുകയാണ്. ആമേൻ. നമ്മൾ പറയും പിന്മാറ്റക്കാരൻ. എന്താ? ആമേൻ. പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് യെരിഹോവിലേക്ക്. യെരിഹോവിന്റെ പ്രത്യേകത എന്താ? ആമേൻ. അവിടെ മതിലുണ്ട്. ആമേൻ. അവിടെ വേശ്യാസ്ത്രീ രാഹബുണ്ട്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ക്രമക്കേടുകളൊക്കെ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആമേൻ ആക്രമിക്കപ്പെട്ട വഴിയിൽ എന്ത് ചെയ്യുന്നു? ആമേൻ. അതുവഴി ഒരു പുരോഹിതൻ വന്നു. ആമേൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബൈബിൾ ആമേൻ വായിക്കണം. ആമേൻ. പുരോഹിതൻ എന്താ? പുരോഹിതൻ ആമേൻ ആലയത്തിലെ ശുശ്രൂഷക്കാരനാണ്, അല്ലേ? ആമേൻ. പുരം എന്ന വാക്കിനർത്ഥം എന്താ?
ശാലേംപുരം ചെന്ന് ചേരും. അല്ലെ, പുരമെന്ന് വെച്ചാൽ സ്വർഗമെന്നാണ്. ആമേൻ. ഹിതമെന്ന് വെച്ചാൽ എന്താ? ഇഷ്ടമാണ്. ആമേൻ. അപ്പൊ സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനല്ലേ പുരോഹിതൻ? ആമേൻ. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആമേൻ പുരോഹിതൻ അതുവഴി വരികയാണ്. ആമേൻ. അവൻ ദൂരമേ നിന്ന് കണ്ടു ആര് കിടക്കുന്നതാ? ആമേൻ. ഒരു മനുഷ്യൻ അർത്ഥപ്രാണനായി കിടക്കുന്നത്. ആമേൻ. പുരോഹിതനാണ്. ആമേൻ. ആ പുരോഹിതൻ ആമേൻ ആ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ദൂരമേ നിന്ന് കണ്ടിട്ട് അവൻ മാറിപ്പോയെന്ന. കാരണം എന്തെന്നറിയോ? അവന്റെ കയ്യിൽ പ്രമാണമുണ്ട്. എന്താ പ്രമാണം? ശവത്തെ തൊട്ടാൽ അശുദ്ധനാകും. ആമേൻ. അപ്പോ തെറ്റിദ്ധാരണകളുടെ ലോകത്തല്ലേ. ആമേൻ. അവൻ ദൂരേന്ന് കണ്ടപ്പോ അവനൊരു കാര്യം മനസ്സിലായി. ആമേൻ. അവൻ മരിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. അവനെ തൊട്ടാൽ എന്ത് ചെയ്യും? അശുദ്ധനാകും. ആമേൻ. സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആമേൻ പുരോഹിതൻ അവനെ ദൂരെ നിന്ന് കണ്ടിട്ട് അവൻ മാറിപ്പോയി. ആമേൻ. അടുത്തത് അതുവഴി വന്നതാരാ? ആമേൻ. ലേവി. ഹല്ലേലൂയ. എന്താ ലേവിയുടെ പ്രത്യേകത? ആമേൻ. ഇസ്രായേൽ ആമേൻ ഗോത്രങ്ങൾ. ആമേൻ. 12 ഗോത്രം. അല്ലേ? ആമേൻ. 12 ഗോത്രങ്ങൾക്കും ആമേൻ ദൈവം ആമേൻ അളന്ന് ആമേൻ തൂക്കി വീതിച്ച് കൊടുക്കുമ്പോൾ ലേവി ഗോത്രത്തിന് മാത്രം ഒന്നും കൊടുത്തില്ല. ആമേൻ. ആമേൻ. ലേവി ഗോത്രത്തിന് ആമേൻ അതെ അനുഭവിക്കുവാനുള്ളത് ബാക്കി ഗോത്രങ്ങൾ ആമേൻ ദശാംശമായിട്ട് മനഃപൂർവ്വ ദാനമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ആമേൻ. മാത്രമല്ല ആലയത്തിൽ ആമേൻ അതെ യാഗം കഴിപ്പാനായി കൊണ്ടുവരുന്ന ആമേൻ ആമേൻ പലതും ആമേൻ ആരെടുക്കുക? ആമേൻ. നോക്കണേ, അങ്ങനെ അല്പം കൂടെ ആമേൻ അതെ നന്മയൊക്കെ അനുഭവിച്ച് ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ന് വെച്ചാ സ്വന്തമായിട്ട് സ്ഥലമില്ല. ആമേൻ. സ്വന്തമായിട്ട് ഒന്നുമില്ല. ആമേൻ. അതെ മറ്റുള്ളവർ ആമേൻ കൃത്യമായി ആമേൻ കൊടുക്കുന്നതെടുത്ത് അനുഭവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ആമേൻ അതെ ലേവി അതുവഴി വന്നു. ആമേൻ. അവനും നോക്കി. ആമേൻ. പ്രമാണം കയ്യിലുണ്ട്. ആമേൻ. തൊട്ടാൽ അശുദ്ധമാകും. അതുകൊണ്ട് അവനും മാറിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ അതുവഴി ഒരു നല്ല ശമരിയായൻ വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൂരമേ നിന്ന് കണ്ടപ്പോ അവൻ സഞ്ചരിച്ചിരുന്ന അന്നത്തെ ആമേൻ ആ വാഹനം ഉണ്ടല്ലോ. ആമേൻ. ഇന്നത്തെ ആണെങ്കിൽ ഇനോവ അല്ലെ, പിന്നെ അതിനെക്കാട്ടിലും വേറെ എന്താ ഫോർച്യൂണർ അല്ലെ, പിന്നെ അതിനും വലുത് ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ അതെ നേതാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന വാഹനം അങ്ങനെയല്ലേ. ആമേൻ. അന്ന് ആമേൻ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അത്ഭുത മന്ത്രി യുദ്ധവീരനും സമാധാന പ്രഭു സകലത്തിന്റെയും ഉടയവനുമായ സൃഷ്ടാവുമായ ആമേൻ കാരണഭൂതനുമായ നമ്മുടെ കർത്താവ് സഞ്ചരിച്ച വാഹനം. ആമേൻ. ആ വാഹനത്തിൽ നിന്ന് അങ്ങ് ചാടി ഇറങ്ങി. ആമേൻ. ഇറങ്ങിയിട്ട് ആമേൻ പുരോഹിതൻ മാറിപ്പോയെടുത്തേക്ക്, ലേവി മാറിപ്പോയെടുത്തേക്ക് ആമേൻ ചെന്നിട്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ അവന്റെ ശരീരത്ത് മുറിവുകളാണ്. ആമേൻ. ഹല്ലേലൂയ. ആ മുറിവുകളൊക്കെ ആമേൻ തുടച്ച് വൃത്തിയാക്കി. ആമേൻ. ആമേൻ. ദാഹിക്കുന്ന ആ മനുഷ്യന് ആമേൻ അത് വീഞ്ഞുകൊടുത്തു, മുറിവിൽ എണ്ണ പുരുട്ടി. ആമേൻ. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് എന്ത് ചെയ്തു? അല്ലേ? ആമേൻ ചെയ്തു. ആമേൻ. എന്നിട്ട് തന്റെ വാഹനത്തിൽ കെട്ടി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. ആമേൻ. അവിടെ എത്തിച്ചിട്ട് ആമേൻ ആമേൻ ആ വഴിയമ്പലക്കാരനോട് പറയുക, ആമേൻ ഇനിയും അധികം വല്ലതും ചെലവിട്ടാൽ ആമേൻ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ദൈവവചനം വളരെ ശക്തമായും വളരെ വ്യക്തമായും പറയുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അർത്ഥപ്രാണനായി കിടക്കുന്നത് കണ്ടപ്പോ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നല്ല യേശു കർത്താവ് ആ അർത്ഥപ്രാണനായി കിടക്കുന്നവനോട് പറഞ്ഞത്. അവൻ അർത്ഥപ്രാണനായി കിടക്കുന്നവനോട് ചെന്നിട്ട് അവൻ പ്രവൃത്തിയിലൂടെ അവൻ ആരെന്ന്
ആരെന്ന് വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി കേവലം പ്രസംഗം കൊണ്ട് മാത്രമല്ല, കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, സഹോദര സഹോദരി, കൂടപ്പിറപ്പേ, മാതാവേ, കേൾക്കുന്നതിനല്ല ആമേൻ പറഞ്ഞു പോകുന്നവരല്ല, കേൾക്കുന്നത് വചനം അത് അങ്ങനെ ആണോ എന്ന് പരിശോധിച്ച് ആമേൻ പറയുമ്പോൾ ശാപമല്ല, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും വിമർശിക്കുവാനല്ല, ആമേൻ, ആരെയും ആമേൻ മുറിവേൽപ്പിക്കുവാനല്ല, ആരെയും കളങ്കപ്പെടുത്തുവാനല്ല. ഇന്ന് രാത്രി ആമേൻ ശാപം നിന്റെ ജീവിതത്തിൽ തുടരാതിരിക്കുവാൻ, ആമേൻ തകർച്ച നിന്നെ പിന്തുടരാതിരിക്കുവാൻ, ആമേൻ ഇന്ന് രാത്രി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ 3 ശീലങ്ങൾ അവർ കേട്ടു, പരിശോധിച്ചു, ഉറപ്പാക്കി. ആമേൻ. ഇന്നത്തെ സഭ കേൾക്കുന്നു, കൈയടിക്കുന്നു, ആമേൻ, ഉറപ്പില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നാട്ടില് ആമേൻ അലോപ്പതി, ആമേൻ, മെഡിസിൻസ് ആയിരക്കണക്കിന് ആമേൻ ഉൽപ്പാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകളൊക്കെ പരീക്ഷ അടിസ്ഥാനത്തിൽ ആമേൻ ഓരോ ലാബറട്ടറിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന മരുന്നുകൾ ആമേൻ ഓരോ ഡിസ്പെൻസറിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഓരോ ഡോക്ടർമാരിരിക്കുന്ന ക്യാബിനകത്ത് കൊണ്ടുവന്ന് ആമേൻ കൊടുക്കും. ആമേൻ ഇത് നിങ്ങളൊന്ന് ആമേൻ ടെസ്റ്റ് ചെയ്യണം. ആമേൻ അവർ ഒപ്പിട്ട് കൊടുത്താൽ, ആമേൻ അവർ അംഗീകരിച്ചാൽ അതൊക്കെ. ഹല്ലേലൂയ. അപ്പോ പരീക്ഷണ വസ്തുവായിട്ട് രോഗികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് അനേകർക്ക് ആമേൻ ഉപകാരമായിരുന്ന മരുന്നുകളൊക്കെ ആമേൻ അടുത്ത കാലം വരുമ്പോ അതൊക്കെ മാരക വിഷമാണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിരോധിക്കുകയാണ്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ സഭ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു, കൈയടിക്കുന്നു, ആമേൻ, ഒരു ഉറപ്പുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശോധന നഷ്ടപ്പെട്ട സഭ വേഗം വഞ്ചനയിൽ വീഴും. ആമേൻ. അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനേകർ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്, അനേകർ വഞ്ചനയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് നശിക്കുന്നു. ആമേൻ. എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് നശിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി നീ നശിക്കാൻ കാരണം നിന്റെ അപ്പനല്ല, നിന്റെ അമ്മയല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ അയൽപക്കക്കാരല്ല. ആമേൻ. ആമേൻ. നീ ചിന്തിക്കുന്ന ആരും അല്ല. കേൾക്കുന്നതിനെല്ലാം ആമേൻ പറഞ്ഞു പോകുന്നത് കൊണ്ട്, കേൾക്കുന്നതിനല്ല ആമേൻ പറഞ്ഞു പോകുന്നത് കൊണ്ട് ആമേൻ എന്താ സംഭവിക്കുന്നത്? അനുഗ്രഹത്തെക്കാൾ അധികം ശാപം നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ അതേ കടന്നു വരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശോധന നഷ്ടപ്പെട്ട സഭ വേഗം വഞ്ചനയിൽ വീഴും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചാൽ. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലാകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനാകാതവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. ഒന്നുകൂടെ വായിച്ചേ. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലാകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എന്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നശിക്കാനുള്ള മറ്റൊരു കാരണം ആമേൻ പരിജ്ഞാനമില്ലായ്മ. ജ്ഞാനമില്ലായ്മയല്ല, ആമേൻ, പരിജ്ഞാനമില്ലായ്മ. അയ്യോ ആമേൻ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, അല്ലെ, ഞാൻ എന്റെ നല്ല പ്രായം കർത്താവിന് വേണ്ടി ഓടിയിട്ട് ആമേൻ ഞാൻ നശിച്ചു പോകാൻ കാരണം ആമേൻ വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി ഇന്ന് രാത്രി ആമേൻ പറയുന്നു, ആമേൻ പരിജ്ഞാനമില്ലായ്കയാ. ഒന്നുകൂടെ വായിച്ചേ. പരിജ്ഞാനമില്ലാകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം
ഞാൻ നിന്നെയും ത്യജിക്കും. ഞാൻ നിന്നെയും എന്ത് ചെയ്യും? ത്യജിക്കും. ആമേൻ. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. എന്ത് ചെയ്യും? മറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മക്കളെ ആമേൻ ആര് മറക്കും? ഹല്ലേലൂയ. നീ ആമേൻ മറക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ മക്കളെ എന്ത് ചെയ്യും? മറക്കും. ഹല്ലേലൂയ. അപ്പൊ എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് ആമേൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, നശിക്കുന്നു. അയ്യോ, ഈ അറിവുണ്ടെന്നേ, അറിവ് മാത്രം പോരാ, ആമേൻ, പരിജ്ഞാനമില്ലായ്കയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശുവിന്റെ കാലത്ത് ഹല്ലേലൂയ ആമേൻ കള്ളപ്രവാചകന്മാര് ആമേൻ ഹല്ലേലൂയ അതെ കടന്നു വരും എന്ന് വളരെ ശക്തമായി വ്യക്തമായി ആമേൻ തന്റെ അനുഗാമികളോട് പറയുകയുണ്ടായി. മത്തായി സുവിശേഷം 24:24 ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിച്ചു. മത്തായി 24:24. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആമേൻ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടം. ഹല്ലേലൂയ. ആമേൻ. കള്ളക്രിസ്തുക്കൾ ആമേൻ കള്ളപ്രവാചകന്മാർ ആമേൻ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും എന്ത് ചെയ്യും? തെറ്റിപ്പാനായി വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങളും കാണിക്കും. ആമേൻ. ചെറിയ അടയാളങ്ങളൊന്നുമല്ല. ആമേൻ. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ത് ചെയ്യും? കാണിക്കും. അപ്പൊ അടയാളങ്ങൾ ഉണ്ടാകും, അത്ഭുതങ്ങൾ ഉണ്ടാകും, പക്ഷെ സത്യം ഉണ്ടാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും, ഹല്ലേലൂയ, അടയാളങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ സത്യം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം ഇതാണ്, ആമേൻ, ഇത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതാണോ? ആമേൻ. ആമേൻ. ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതോ ആമേൻ മനുഷ്യനാണോ മഹത്വം ഉണ്ടാകുന്നത്? ഹല്ലേലൂയ. ആർക്കാണ് ഇങ്ങനെയുള്ള ആമേൻ കൂട്ടായ്മയ്ക്കകത്ത് മഹത്വം ഉണ്ടാകുന്നത്? ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ 11-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ആമേൻ അഭിഷേകത്തിലൂടെ ആമേൻ ദൂത് അറിയിക്കുകയാണ്. ആമേൻ. ഇത് സഭയ്ക്ക് വെളിയിലുള്ള കാര്യമല്ല, സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യമാണ്. ഇന്ന് ആമേൻ സഭയ്ക്ക് അകത്ത് ആമേൻ ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് ആമേൻ പ്രവചനങ്ങളും ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആമേൻ അന്നേ കാലത്ത് ആമേൻ ഇതൊക്കെ നടക്കുന്ന ഒരു കാലത്ത് ആമേൻ പരിശുദ്ധാത്മാവ് സഭയോട് ആമേൻ അറിയിച്ച ദൂതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം. അതാശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആമേൻ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പൊ സാത്താൻ തന്നെ വെളിച്ചത്തിന്റെ ദൂതനായി എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. വഞ്ചന എപ്പോഴും ആമേൻ ഹല്ലേലൂയ ഇരുണ്ട വേഷത്തിലല്ല, പിന്നെങ്ങനെയാ? ആത്മീയ വേഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നാം ക്രിസ്തുവിലേക്കുള്ള ആമേൻ ഒരു തിരിച്ചുവരവ് ഹല്ലേലൂയ ആമേൻ ആമേൻ അത്യാവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സത്യ സുവിശേഷം പ്രിയരെ നിങ്ങൾക്ക് എല്ലാം ആമേൻ കിട്ടും, അല്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടും. വീട് കിട്ടും, കാറ് കിട്ടും, ആമേൻ സൗഖ്യം കിട്ടും, ആമേൻ ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. അതെ, ലോൺ കിട്ടും, അതിനും പ്രാർത്ഥന, അതിനും ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. വീട് വെക്കാൻ ലോൺ കിട്ടും. ആമേൻ.
അതിനുവേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ആമേൻ ഉപവസിക്കുന്നവരുണ്ട്. ആമേൻ. എന്തിനാ? ലോൺ കിട്ടാൻ. ആമേൻ. ഉപവസിച്ച് ലോൺ കിട്ടി, പക്ഷെ തിരിച്ചടിക്കാൻ പറ്റാതെ വരുമ്പോ അതിനും ഉപവാസമാണ്. എന്റെ ദൈവമേ, ലോൺ കിട്ടാൻ ഉപവാസം, കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കാൻ ഉപവാസം അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അപ്പൊ സത്യ സുവിശേഷം പ്രിയരെ, നിനക്ക് എല്ലാം കിട്ടും അല്ല, ആമേൻ, നീ ക്രൂശ് എടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ കഷ്ടം സഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്റെ മകനെ തിമോഥെയോസേ, ക്രിസ്തു യേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. എല്ലാം കിട്ടും. ആമേൻ. ആ ഒരു പാക്കേജ് ആയിട്ട് എല്ലാം എന്ത് ചെയ്യും? കിട്ടും. അവസാനം ആമേൻ കിട്ടിയതെല്ലാം അനുഭവിപ്പാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ അതേ വട്ടം ആമേൻ നെട്ടം ആമേൻ കറങ്ങി ഹല്ലേലൂയ ആമേൻ അതേ നിത്യനാശത്തിലേക്ക്. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 9-ാം അധ്യായം ആമേൻ 23-ാം വാക്യം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടായി പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ ആ ഒരുത്തൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരുത്തൻ ആമേൻ കുടുംബം മുഴുവനും അല്ല കേട്ടോ, നാട് മുഴുവനും അല്ല കേട്ടോ, ദേശം മുഴുവനും അല്ല കേട്ടോ, ആമേൻ കുടുംബം മുഴുവനും അല്ല കേട്ടോ. കുടുംബത്തിൽ നിന്ന് നീ ഒരുത്തൻ, ആമേൻ നിന്റെ ദേശത്ത് നിന്ന് നീ ഒരുത്തൻ, ആമേൻ നിന്റെ വീട്ടുകാരിൽ നിന്ന് നീ ഒരുത്തൻ ഒരുത്തി. ആമേൻ ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ആ നല്ല കർത്താവ് ഹല്ലേലൂയ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടായി, തന്നെ പിന്തുടരുന്ന ഏവരോടുമായി, തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമായി പറയുക, ഈ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ഒരുത്തൻ ഹല്ലേലൂയ ആമേൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും എന്ന് വെച്ചാൽ ദിവസേന തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ. എത്ര പേര് പാടും? കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഓ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കുരിശെടുത്ത് ഞാൻ യേശുവിനെ എന്ത് ചെയ്യും? അനുഗമിക്കും. കാരണം എന്താ? യേശു പറഞ്ഞു ആമേൻ ദിനംതോറും ഒരുത്തൻ ആമേൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ക്രൂശെടുത്ത് ദിനംതോറും അല്ലേ ഹല്ലേലൂയ ആമേൻ ദിനംതോറും ഹല്ലേലൂയ ആമേൻ. വായിച്ചു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, അനുഗ്രഹമല്ല ക്രിസ്തുവാണ് ലക്ഷ്യം. ഹല്ലേലൂയ ആമേൻ. എനിക്കറിയാം ആമേൻ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു അരോചകമാണ്. ഹല്ലേലൂയ. കാരണം എന്താ? ആമേൻ വിടുതലില്ലല്ലോ, ആമേൻ ഹല്ലേലൂയ ആമേൻ നിത്യതയില്ലല്ലോ, വെളിപ്പാടില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സത്യം നിങ്ങൾ അറിയൂ. ആമേൻ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആമേൻ ശാപം പിന്തുടരുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ശാപത്തിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് ആമേൻ തിരിയുവാൻ ആമേൻ മാറുവാൻ ഇടയാകും പരിശുദ്ധാത്മാവ്. അതിനായി ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കും, ആമേൻ ബലപ്പെടുത്തും. ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, അനുഗ്രഹം അല്ല ക്രിസ്തുവാണ് ലക്ഷ്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 14-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേ.
യോഹന്നാന്റെ സുവിശേഷം ആമേൻ 14:6. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രാർത്ഥിച്ച് ആമേൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ വിളിക്കുന്നു. ആമേൻ. വികാര മതം വിട്ട് വചന വിശ്വാസത്തിലേക്ക്. ഹല്ലേലൂയ. മനുഷ്യ ശബ്ദത്തിൽ നിന്ന് ദൈവ ശബ്ദത്തിലേക്ക്. ഹല്ലേലൂയ. നിങ്ങളെ അവൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ആമേൻ ഇങ്ങനെ പറയും, ഹല്ലേലൂയ, കർത്താവേ എന്റെ ചെവികൾ നിന്റെ ശബ്ദത്തിനായി ആമേൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നതിനെല്ലാം ആമേൻ പറയാതെ, കേൾക്കുന്നതിനെല്ലാം ആമേൻ പറയാതെ, അത് അങ്ങനെ തന്നെയോ? വചനത്തെ ശോധന ചെയ്ത് പിന്തുടരുവാനിടയാകട്ടെ. പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ കൂടി വന്ന സമയം മുതൽ ഈ സമയം വരെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ടിട്ടുള്ള വചനവിരുദ്ധമായ എല്ലാ ശബ്ദങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതേ നിരസിക്കുന്നു. ഞങ്ങളുടെ വായി അവിടുത്തെ സത്യത്തിനായി ആമേൻ തുറക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, വഞ്ചന തിരിച്ചറിയുന്ന വചനത്തിൽ ആമേൻ വേരൂന്നി വളരുവാൻ, ആ വേരൂന്നിയ ക്രിസ്തുവിൽ ഉറപ്പുള്ള സഭയായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങൾ ആരും ശപിക്കപ്പെട്ടവരായിട്ടല്ല കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകരെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലകളിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആമേൻ പറഞ്ഞു പോയ എല്ലാ തെറ്റായ മേഖലയ്ക്കകത്ത് നിന്നും ഇന്ന് രാത്രി ഞങ്ങളെ പുറത്തെടുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും വചനം അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്ത് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ആയുസ് അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യും. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സകല ബുദ്ധിയിൽ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും മാനവും അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ
കേരളത്തിലെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കാളിത്തം വഹിച്ച എല്ലാവരും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിലോ 9778201595 എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പിൽ ആമേൻ, അതെ, മെസ്സഞ്ചറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. ഈ പാട്ട് പാടുമ്പോൾ എല്ലാ ശബ്ദത്തിനും ആമേൻ പറയാനല്ല, വചനത്തിൽ നിന്നുള്ള ശബ്ദം തിരിച്ചറിയാനാണ്. മനുഷ്യരുടെ വാക്കുകളല്ല, യേശുവിന്റെ ശബ്ദം മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ അധികാരപ്പെടും. ഈ പാട്ട് ഒരു പ്രഖ്യാപനമാണ്. എല്ലാം കേൾക്കുക, പക്ഷെ യേശുവിന്റെ മാത്രം ആമേൻ പറയാം. ദൈവത്തിൻ്റെ ശബ്ദമല്ല, എല്ലാ വിളിയും സ്വർഗത്തിൽ നിന്നുമല്ല. വചനം പരീക്ഷിക്കൂ, ആത്മാവിനെ തിരിച്ചറിയൂ. മനുഷ്യന്റെ വാക്കല്ല, യേശുവിന്റെ ശബ്ദം കേൾക്കൂ. ക്രൂശിലേക്കല്ലാത്ത വഴി ജീവനിലേക്കല്ല. സത്യമല്ലാത്ത വെളിച്ചം അന്ധകാരം തന്നെ ഞാൻ തീരുമാനിക്കുന്നു. പക്ഷേ യേശുവിൻ മാത്രമേ ആമേൻ പറയൂ. വചനം പരീക്ഷിക്കൂ, ആത്മാവിനെ തിരിച്ചറിയൂ. മനുഷ്യന്റെ വാക്കല്ല, യേശുവിന്റെ ശബ്ദം കേൾക്കൂ. ക്രൂശിലേക്കല്ലാത്ത വഴി ജീവനിലേക്കല്ല. സത്യമല്ലാത്ത വെളിച്ചം അന്ധകാരം തന്നെ ഞാൻ തീരുമാനിക്കുന്നു. ക്രിസ്തുവിൽ മാത്രം നിൽക്കാൻ. എല്ലാം കേൾക്കും, പക്ഷേ യേശുവിൻ മാത്രമേ ആമേൻ പറയൂ. എല്ലാ ശബ്ദവും ദൈവത്തിൻ്റെ ശബ്ദമല്ല.
എല്ലാ വിളിയും സ്വർഗത്തിൽ നിന്നുമല്ല, വചനം പരീക്ഷിക്കൂ, ആത്മാവിനെ തിരിച്ചറിയൂ, മനുഷ്യന്റെ വാക്കല്ല, യേശുവിന്റെ ശബ്ദം കേൾക്കൂ. ക്രൂശിലേക്കല്ലാത്ത വഴി, ജീവനിലേക്കല്ല, സത്യമല്ലാത്ത വെളിച്ചം, അന്ധകാരം തന്നെ. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, ക്രിസ്തുവിൽ മാത്രം നിൽക്കാം.